പാകിസ്ഥാന്റെ കപടമായ കാശ്മീർ സ്നേഹത്തിന്റെ മുഖംമൂടി പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഒരു ജനതയ്ക്ക് നേരെ ഒരു ഭരണകൂടം നടത്തുന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്കാണ് പാക് അധീന കാശ്മീർ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അവകാശങ്ങൾ ചോദിച്ച സാധാരണക്കാരുടെ നെഞ്ചിലേക്ക് പാകിസ്ഥാൻ സൈന്യം യാതൊരു ദയവുമില്ലാതെ വെടിയുതിർത്തപ്പോൾ അവിടെ പൊലിഞ്ഞത് 30-ലധികം ജീവനുകളാണ്. ഇത് കേവലം ഒരു പ്രതിഷേധമല്ല, മറിച്ച് പാകിസ്ഥാന്റെ ക്രൂരമായ അധിനിവേശത്തിനെതിരെയുള്ള ഒരു ജനതയുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി JAAC പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പാക് സുരക്ഷാ സേന നടത്തിയ വെടിവെപ്പിൽ 30 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റാവൽകോട്ടിലാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഈ ആക്രമണം നടന്നത്. യഥാർത്ഥ മരണസംഖ്യ 100-ലധികമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു. ആശുപത്രികൾക്ക് സമീപവും കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേരെ പോലും പാക് സൈന്യം വെടിയുതിർത്തു എന്നത് ഈ ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കും. മിർപൂർ ഡിവിഷനിൽ നിന്ന് മാത്രം 90 പേരെയാണ് ഇതിനകം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഈ ഒരു ജനതയെ പാകിസ്ഥാൻ ഇങ്ങനെ കൊന്നൊടുക്കുന്നത്, ഇങ്ങനെ ദ്രോഹിക്കുന്നത്? താങ്ങാനാവാത്ത വൈദ്യുതി നിരക്ക്, അമിതമായ നികുതി, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം എന്നിവയ്ക്കെതിരെ പോരാടുന്ന സാധാരണക്കാരുടെ കൂട്ടായ്മയായിട്ടുള്ള JAACയെ പാക് സർക്കാർ നിരോധിച്ചതാണ് ഈ പ്രക്ഷോഭത്തിന് കാരണം. പതിറ്റാണ്ടുകളായി പാക് അധീന കാശ്മീരിനെ ഒരു കോളനിയായി കണ്ട് ചൂഷണം ചെയ്യുകയാണ് പാകിസ്ഥാൻ. അതിർത്തിയുടെ ഇപ്പുറത്ത് ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള കാശ്മീർ സമാനതകളില്ലാത്ത വികസനത്തിലേക്കും സമാധാനത്തിലേക്കും കുതിക്കുമ്പോൾ അപ്പുറത്തെ കാശ്മീരിൽ ഒരു പ്രദേശത്തെ ജനതയാകെ തോക്കിൻ മുനയിൽ നിർത്തി കൊള്ളയടിക്കുന്ന പാക് സർക്കാരിന്റെ ഭീകരമുഖമാണ് ലോകം ഇന്ന് കാണുന്നത്. പാക് കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് ഈ കൂട്ടക്കുരുതിക്ക് പിന്നിൽ. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന കവാടമായ ഈ പ്രദേശത്ത് ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുന്നത് ചൈനീസ് നിക്ഷേപങ്ങളെ ബാധിക്കുമെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ബീജിങ്ങിനെ തൃപ്തിപ്പെടുത്താനും മേഖലയിലെ തങ്ങളുടെ സാമ്പത്തിക ചൂഷണം തടസ്സമില്ലാതെ തുടരാനുമാണ് അസീം മുനീർ ഈ നിർദ്ദയമായിട്ടുള്ള സൈനിക അടിച്ചമർത്തൽ നടത്തുന്നത്. ജനകീയ ആവശ്യങ്ങളെ നേരിടാൻ കഴിയാതെ റാവൽകോട്ടിലെ തെരുവുകൾ രക്തക്കളമാക്കുന്ന പാക് സൈന്യത്തിന്റെ നീക്കം അവരുടെ കടുത്ത അരക്ഷിതാവസ്ഥയാണ് കാണിച്ചു തരുന്നത്. പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ അനധികൃത അധിനിവേശത്തിലാണെന്ന് ഭാരതത്തിന്റെ നിലപാട് അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഈ കൂട്ടക്കുരുതി. സ്വന്തം ജനതയുടെ ശവപ്പറമ്പിൽ നിന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇനി എന്ത് മനുഷ്യാവകാശമാണ് ഉന്നയിക്കുക? വെടിയുണ്ടകൾ കൊണ്ട് ഒരു ജനതയുടെ ശബ്ദത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാമെന്ന ജനറൽ മുനീറിന്റെ വ്യാമോഹം പാകിസ്ഥാന് തന്നെ വലിയൊരു തിരിച്ചടിയാകാൻ പോവുകയാണ്. ഇന്ത്യയുടെ നിലവിലെ അതിർത്തിക്കപ്പുറത്ത് നടക്കുന്ന ഈ മനുഷ്യക്കുരുതിക്ക് പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദിയിൽ വലിയ വില നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ക്യാമറ.